മുൻ മന്ത്രി കൂടിയായ സുനിൽകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ജില്ലാ സമ്മേളനം തൃശ്ശൂർ നടക്കുമ്പോൾ ഞങ്ങളൊരു വിപ്ലവഗാനങ്ങളുടെ ഒരു കാസറ്റ് ഇറക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തോട് ഞാനൊരു പാട്ട് പാടണം ജയേട്ടാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനിതുവരെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി പാട്ട് പാടിയിട്ടില്ല, പക്ഷേ ഞാൻ ആദ്യമായിട്ട് അവസാനമായിട്ടൊരു പാട്ട് പാടാം എന്ന് അദ്ദേഹം പറയുകയും അന്തിക്കാട്ടിൻ്റെ രക്തസാക്ഷികളെ പറ്റിയിട്ടുള്ള ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എഴുതിയ ആ പാട്ട് അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെടുകയും അദ്ദേഹം തന്നെ ആ പാട്ട് സെലക്ട് ചെയ്ത് KP പ്രഭാകരൻ്റെ വീട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ മകൻ്റെ സ്റ്റുഡിയോയിലേക്ക് നേരിട്ട് വന്ന് അദ്ദേഹം ആ പാട്ട് പാടിത്തന്നു. ഒരു പൈസ പോലും പ്രതിഫലം വാങ്ങാതെ അദ്ദേഹം ആ പാട്ട് പാടി തന്നു എന്നുള്ളത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നീട് നിരന്തരം അദ്ദേഹവുമായിട്ട് സ്നേഹബന്ധവും വളരെ അടുത്ത ബന്ധവും എനിക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞിരുന്നു. ഞാൻ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തെ പോയി കാണുകയും കുറേയേറെ സംസാരിക്കുകയും അന്ന് മുതൽ അപ്പോൾ അദ്ദേഹം വളരെ അവശ്യ നിലയിലേക്ക് അയക്കുന്ന ഒരു സാഹചര്യം അപ്പം തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം വീണ്ടും സർവൈവ് ചെയ്ത് വന്നെങ്കിലും ഇപ്പോൾ അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. ജയേന്ദ്രൻ എന്ന് പറയുന്ന ഗായകൻ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഞാനൊരിക്കലും ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടുള്ള ആളല്ല, പക്ഷേ എനിക്കതിനെപ്പറ്റിയൊന്നും അറിയില്ല എന്ന് പറയുകയും ഏതൊരു ക്ലാസിക്കൽ മ്യൂസിക് സംഗീതം ഐച്ഛിക വിഷയമായി പഠിച്ച ആളുകളെക്കാളും ഗംഭീരമായി സംഗീതത്തെ മനസ്സിലാക്കുകയും മലയാളികളുടെ മനസ്സിൽ വ്യത്യസ്തമായ ശബ്ദത്തിലൂടെയും അദ്ദേഹത്തിൻ്റെ ഒരു വൈകാരികമായി അത് സന്നിവേശിപ്പിക്കാൻ കഴിയുന്ന ശബ്ദത്തിലൂടെ ഭാവഗായകൻ എന്ന നിലയിൽ ജയേന്ദ്രൻ്റെ പാട്ടുകൾ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പാട്ടുകളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ആരുടെ മുമ്പിലും തലകുനിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം തലകുനിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഗീതത്തിൻ്റെ മുമ്പിലും പിന്നെ അദ്ദേഹത്തിൻ്റെ ഗുരുവായി കണ്ടിട്ടുള്ള ദേവരാജൻ മാഷയുടെ മുമ്പിലും മാത്രമായിരിക്കും. ദേവരാജൻ മാഷെ പറ്റി പറയുമ്പോൾ 1000 നാക്കോടുകൂടി സംസാരിക്കുന്ന ആളായിരുന്നു ജയേന്ദ്രൻ സാറ്. എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ളൊരു കാര്യം, പല ആളുകൾക്കും പത്മശ്രീയും പത്മഭൂഷണമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും പല ആളുകളെക്കാൾ അർഹതപ്പെട്ട ജയേട്ടന് അത് കിട്ടിയിട്ടില്ല എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ജയേട്ടന് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗായകൻ അത് എന്തുകൊണ്ട് കിട്ടാതെ പോയി എന്നുള്ളത് ഞാൻ എപ്പോഴും അത്ഭുതത്തോടു കൂടി നോക്കിയിട്ടുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് അദ്ദേഹത്തിൻ്റെ പേര് പത്മശ്രീക്ക് വേണ്ടിയിട്ടുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഒക്കെ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെയേറെ ദുഃഖകരമായൊരു കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിന് അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. ഒരാളോട് പോലും പരാതി പറയാത്ത ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അത്തരം കാര്യങ്ങളൊന്നും കൂസാതെ, ആരെയും കൂസാതെ നടന്നുപോയ ആ മലയാളത്തിൻ്റെ ഭാവഗായകനെ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, നമ്മുടെയൊക്കെ തലമുറ മരിച്ചു പോയാലും ജയേട്ടൻ്റെ പാട്ടുകൾ ഈ നാട്ടിലുണ്ടാവും, കേൾക്കാൻ ലക്ഷക്കണക്കിന് ആളുകളുണ്ടാവും. ഈ പുതിയ തലമുറയുടെ കാലഘട്ടത്തിലും അതായത് ന്യൂജൻ കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ശബ്ദം വേറിട്ട് നിന്നിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ദുഃഖകരമാണ്. വ്യക്തിപരമായിട്ട് എനിക്കും നേരിട്ട് ബന്ധമുള്ള ഒരു മഹാനായ മനുഷ്യൻ്റെ ഒരു വിയോഗം എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. മഹാഗായകൻ P. ജയചന്ദ്രൻ വിടവാങ്ങി എന്നുള്ള സങ്കടകരമായ വാർത്തയാണ് ഇന്ന് രാത്രിയിൽ നമ്മെ തേടി വന്നത്.